അതാണ് കാര്യം. ഇന്നലെ പറഞ്ഞ ബിഗ് ഫാറ്റ് വെഡിങ് അറ്റ് ലീല പാലസ്. അപ്പോൾ അങ്ങോട്ടേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ അറ്റയർ കണ്ടോ? ഞാൻ സിമ്പിളായിട്ടൊരു ഗ്രീൻ കളറിൽ സാരി ബ്ലൗസ്, പിന്നെ ഒരു ചെറിയ സിൽവർ കോട്ടഡ് ഗോൾഡിൻ്റെ ഒരു നെക്ലേസ്, മാച്ചിങ് ഇയർ റിങ്സ്, ഗ്രീൻ ബിന്ദി ഇട്ടിട്ടുണ്ട്. അത്രയേ ഉള്ളൂ കേട്ടോ. ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും ഞാൻ ഇടാത്തതിൻ്റെ കാരണം ഞാൻ വലിയ മേക്കപ്പ് ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. ഞാൻ സിമ്പിളായിട്ടാണ് മേക്കപ്പ് ചെയ്യാറുള്ളത്. എന്നാലും ലൈറ്റായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന പ്രൊഡക്ട്സ് മിക്കതും നൈക്ക അല്ലെങ്കിൽ ഫേസ് സ്കാനഡേ ആയിരിക്കും. ഇതല്ലാതെ ഞാൻ വേറെ ഒന്നും അങ്ങനെ കാര്യമായിട്ട് ഫൗണ്ടേഷനോ കാര്യങ്ങളൊന്നും ഞാൻ ഇടാറില്ല. അങ്ങനെ ഞങ്ങൾ ലീല പാലസിൽ എത്തിയിട്ടുണ്ട്. എത്തിയപ്പോൾ തന്നെ നമ്മൾ ഒരുപാട് ഗസ്റ്റ് എല്ലാം വന്ന് പാർക്കിങ്ങിൻ്റെ അവിടെ നല്ല തിരക്കായിരുന്നു. ഇവിടുത്തെ വെൽക്കമിങ് ലൈക്ക് പാമ്പറിങ് അസ്. 1-2 പേരല്ല ഹോസ്റ്റസായിട്ട് നിന്നിരുന്നത്, ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. ആ ഹാളിലേക്ക്, അതായത് ആ ബോൾ റൂമിലേക്ക് കയറുന്നവരെ നമ്മളെ വെൽക്കം ചെയ്യാനും നന്നായിട്ട് പാമ്പർ ചെയ്യാനൊക്കെ കൂടെ തന്നെ ഹോസ്റ്റസ് ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല ഒരു നമുക്ക് കിട്ടുന്ന ഒരു വൈബാണ് അതെല്ലാം. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ലീല പാലസിലെത്തി. വെഹിക്കിളെല്ലാം പാർക്ക് ചെയ്ത് അകത്തേക്ക് കയറി കഴിഞ്ഞു. അകത്തെല്ലാം കയറി കഴിഞ്ഞപ്പോൾ പിന്നെ കാണേണ്ട കാഴ്ചകളാണ് അതിഗംഭീരം എന്ന് തന്നെ പറയാം. ഭയങ്കര മനസ്സിന് പ്ലെസൻ്റായിട്ട് തോന്നുന്ന വിധത്തിലുള്ള മ്യൂസിക്കും ആംബിയൻസും, ഗസ്റ്റ് എല്ലാം സീറ്റഡ് ആയിട്ടുണ്ട്. അവിടുത്തെ ലൈറ്റ്നിങ്സും സീലിങ്സും ഒന്നും പറയണ്ട. നല്ലൊരു മാരേജ് ആയിരുന്നു. നമ്മുടെ ആന്ധ്ര CM ഉണ്ടായിരുന്നു, കൂടാതെ നമ്മുടെ ചെന്നൈ CM ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെ അറ്റ് ദ സെയിം ടൈം ഇവിടെ സ്റ്റേജിൽ ഡിവോഷണൽ സോങ്സ് ആലപിക്കാൻ വേണ്ടിയിരുന്ന വിനയ, അതായത് എൻ്റെ ഒരു ഫേവറേറ്റ് സിംഗർ വിനയാണ്. ഞാൻ അവരുടെ യൂട്യൂബ് ചാനലിലെല്ലാം ഞാൻ ഫോളോ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവരെ എനിക്ക് നേരിട്ട് കണ്ടപ്പോൾ അവരുടെ ആ ഭക്തിസാന്ദ്രമാക്കി ആ ആംബിയൻസിനെ, അപ്പോൾ ഒരു എക്സ്ട്രാ ആഡഡ് സംതിങ് ഗ്രേറ്റ് എന്നൊക്കെ പറയുന്ന വിധത്തിലുള്ള ഒരു ആംബിയൻസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ നമുക്കും സീറ്റ് കിട്ടി. ഞാൻ വേഗം ചെറുതായിട്ടൊരു ബാൽക്കണി സീറ്റ് പോലെയാണ് ഞാൻ പോയിരുന്നത്. എന്നാൽ എനിക്ക് സുഖമായിട്ട് വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സീറ്റെല്ലാം ഫുള്ളായി കേട്ടോ. അതുമാത്രമല്ല, സീറ്റിലൊക്കെ നമ്മൾ ഇരിക്കുന്നതിന് മുമ്പ് തന്നെ അവർ ഒരു പാക്കറ്റിൽ നമ്മൾ ആശീർവദിക്കാൻ വേണ്ടി കയ്യിൽ കരുതുന്ന അരി ഉണ്ടല്ലോ, അത് നമ്മൾ സാധാരണ പ്ലേറ്റിൽ നിന്നാണല്ലോ എടുത്ത് ആശീർവദിക്കാറുള്ളത്. പക്ഷേ ഇവിടെ ഓൾറെഡി അവരൊരു ചെറിയൊരു പോട്ട്ലി പാക്കറ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, താങ്ക് യു എന്നൊക്കെ എഴുതിയിട്ട്. അത് ഞാനിവിടെ കാണിക്കാം. അപ്പോൾ ആ ഒരു പാക്കറ്റ് ഓൾറെഡി സീറ്റിലുണ്ടായിരുന്നു. പിന്നെ ഒരു ചെറിയ ബോക്സിൽ ചോക്ലേറ്റ്സും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഗസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ലേഡീസിനൊക്കെ കാണാൻ എന്തൊരു ബ്യൂട്ടിഫുള്ളാണെന്നറിയോ. ആരെ കണ്ടാലും ബ്രൈഡാണോ എന്ന് തോന്നിപ്പോകുന്ന വിധത്തിലുള്ള കോസ്റ്റ്യൂംസാണ് ഓരോരുത്തരും ധരിച്ചിരുന്നത്. ഇങ്ങനെയുള്ള മാരേജിനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഫീലാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ സിംഗേഴ്സ് ഇവരാണ്. വിനയ ഒരുപാട് മുരുകൻ സോങ്സും ഒരുപാട് ഭക്തി ഗാനങ്ങൾ, ഡിവോഷണൽ ഗാനങ്ങളുടെയൊക്കെ കാസറ്റ്സ് എല്ലാം പണ്ട് ഇവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ യൂട്യൂബിലൂടെയും ഒരുപാട് ഫേമസ് ആണ്. വളരെ സന്തോഷമായി. ഞാൻ അവരെ പോയി വിഷ് ചെയ്തിട്ട് തിരിച്ച് വരുന്ന വഴി ഞാൻ എടുത്ത വീഡിയോ ആണിത്. അപ്പോൾ ഞാൻ തിരിച്ച് വന്ന് ഞാൻ സീറ്റിലിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവരവിടെ കോഫിയൊക്കെ സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കോഫിയെല്ലാം കുടിച്ച് അങ്ങനെ ആ ഒരു മ്യൂസിക്കിൽ ആ ഒരു വെഡ്ഡിങ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ഞാൻ പതുക്കെ നമുക്ക് നമ്മുടെ ബ്രൈഡിനെയും നമ്മുടെ ഗ്രൂമിനെയും കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട വെയിറ്റിങ്ങിലായിരുന്നു. ഈ കാണുന്ന മൈന്യൂട്ടായിട്ടുള്ള ഡെക്കറേഷൻസ് വരെ എന്ത് തോട്ട്ഫുള്ളായിട്ടാണ് ചെയ്തിരിക്കുന്നതല്ലേ. അത്രയും. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.